ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 എക്കണോമിക്സിന് ഈ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലും നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. 19-ാം തീയതിയാണ് എക്സാം എന്ന് കരുതിയിട്ട് ലാഗായിട്ട് ഇരിക്കേണ്ട, ഇപ്പം തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോവാം കേട്ടോ. അതുപോലെ തന്നെ മോഡൽ എക്സാം പബ്ലിക് എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അതുപോലെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലെ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ ബിഫോർ 1921 വാസ് ഡാഷ്. അതായത് 1921 മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജനസംഖ്യ പരിവർത്തനത്തിന്റെ കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ, ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടൻ ഇന്റൻസിഫൈഡ് കൺട്രോൾ ഓവർ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ്. അതായത് ഈ കനാല് തുറന്നു കൊടുത്തതോടുകൂടി ബ്രിട്ടൻ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിനു മേലുള്ള നിയന്ത്രണം ശക്തമാക്കി. ആ കനാൽ ഏതാണ് എന്നുള്ളതാണ്. സ്യൂസ് കനാലാണ് കേട്ടോ, SUEZ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് നോക്കാം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെക്ടർ. അതായത് പ്രാഥമിക മേഖലയ്ക്ക് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? മൈനിങ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ, മൈനിങ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് വൺ ഓഫ് ദ റീസൺ ഫോർ അഗ്രികൾച്ചറൽ ഇൻ ഇന്ത്യ. ഐഡന്റിഫൈ എനി അതർ 3 റീസൺ ഫോർ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭൂനികുതി സമ്പ്രദായം ഇന്ത്യയുടെ കാർഷിക മുരടിപ്പിന്റെ കാരണങ്ങളിൽ ഒന്നായിരുന്നു. കാർഷിക മുരടിപ്പിന്റെ മറ്റു 3 കാരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് took many initiatives during the colonial period. Do you consider that these are the positive contribution of the British? Substantiative. അതായത് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ ആന്തരിക ഘടന മെച്ചപ്പെടുത്തുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരവധി പരിപാടികൾ സ്വീകരിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ നല്ല സംഭാവനയായി പരിഗണിക്കാമോ? സാധൂകരിക്കുക. നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റൂ കേട്ടോ. ഓക്കെ, യെസ് ആണെങ്കിലും നോ ആണെങ്കിലും. അടുത്തത് നോക്കാം. ചാപ്റ്റർ 2 ആണ് ഇന്ത്യൻ എക്കണോമി 1950 to 1990. അപ്പോൾ അതിൽ നോക്കാം. ഡാഷ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2015 ഇൻ ഇന്ത്യ ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. അതായത് ആസൂത്രണ കമ്മീഷന് പകരമായി 2005 ഇന്ത്യയിൽ എന്താ വന്നത്? നീതി ആയോഗാണ് കേട്ടോ. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് കണക്റ്റഡ് വിത്ത് എന്താണ്? മിൽക്ക് പ്രൊഡക്ഷൻ, പാൽ ഉൽപാദനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ആണ്. ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 ഫോംഡ് ദ ബേസിസ് ഓഫ് സെക്കൻഡ് 5-year പ്ലാൻ. It was a milestone in the history of Indian industrial development. Point out the important features of the policy. അതായത് 1956 വ്യവസായ നയ പ്രമേയത്തിന്റെ പ്രധാന സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അതായത് ഹരിത വിപ്ലവത്തിന്റെ പരിമിതികൾ വ്യക്തമാക്കാനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്, ബ്രീഫ്ലി അനലൈസ് എനി 3 മേജർ ഗോൾസ് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ്. അതായത് ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ വിലയിരുത്താനാണ്. ഓക്കെ ആണല്ലോ? അടുത്തത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് ചെറുകിട വ്യവസായങ്ങൾ സാമ്പത്തിക പുരോഗതിക്ക് വലിയ പങ്കാണ് വഹിക്കുന്നത്. ചെറുകിട വ്യവസായങ്ങളുടെ മേന്മകൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 6th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ചാപ്റ്റർ 3 നോക്കാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995. അതായത് 1995 സ്ഥാപിതമായ അന്താരാഷ്ട്ര സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. The government of India decided to deregulate the industrial sector as a part of liberalization policy 1991. List out the measures adopted for this policy. അതായത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഉദാരവൽക്കരണം നയത്തിന്റെ ഭാഗമായി വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിനായി ഗവൺമെന്റ് ഏതെല്ലാം നടപടികളാണ് സ്വീകരിച്ചത് അത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്തത്, നെയിം ദ ഔട്ട്കം ഓഫ് ദ 2 പോളിസി സ്ട്രാറ്റജി ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. അതിലെ A ക്വസ്റ്റ്യൻ ആണ്. ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ ദ റിഫോം പ്രോസസ്? ജസ്റ്റിഫൈ. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നീ 2 നയപരമായ തന്ത്രങ്ങൾ സൃഷ്ടിച്ച അനന്തരഫലത്തിന്റെ പേര് എഴുതാനാണ്. അതുപോലെ തന്നെ ഒരു A ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, പരിഷ്കാര പ്രക്രിയ ഇന്ത്യൻ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ന്യായീകരിക്കാൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ,
അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി ബാക്ക്ഗ്രൗണ്ട് വിച്ച് ലെഡ് ടു ദ എക്കണോമിക് റിഫോം ഇൻ ഇന്ത്യ ഇൻ 1991. അതായത് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വഴിതെളിച്ച പശ്ചാത്തലം വിവരിക്കാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. പോവർട്ടി ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പോവർട്ടി ലൈൻ, അതായത് ദാരിദ്ര്യ രേഖ എന്നതിനെ നിർവചിക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പയർ എൻ എസ്സേ ഓൺ വാരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലൈവേഷൻ ഇൻ ഇന്ത്യ. ഡു യു ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദീസ് പ്രോഗ്രാം സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളെയും പരിപാടികളെയും സംബന്ധിച്ച ഒരു ഉപന്യാസം തയ്യാറാക്കാനും അതുപോലെ ഈ പദ്ധതികളുടെ നടത്തിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ കാണുന്നുണ്ടോ അതുണ്ടെങ്കിൽ അതും എഴുതാട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് 5th ചാപ്റ്റർ നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയിന്റ് ഔട്ട് എനി ടു റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് മാനവ മൂലധനവും മാനവ വികസനവും തമ്മിലുള്ള 2 ബന്ധങ്ങൾ കണ്ടെത്തിയെഴുതാൻ. ഓക്കെ ആണല്ലോ, അത് എഴുതാൻ പറ്റുമല്ലോ. അടുത്തത് ടു മേക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പോസിബിൾ ദ ഗവൺമെന്റ് ഹാസ് ടു അഡ്രസ് സം ഏരിയാസ്, ഐഡന്റിഫൈ ദീസ് ഏരിയാസ്. അതായത് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കാൻ സർക്കാർ ചില മേഖലകളിൽ ഇടപെടേണ്ടതുണ്ട്. ഈ മേഖലകൾ ഏതാണെന്ന് തിരിച്ചറിയാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്തത് റൂറൽ ഡെവലപ്മെന്റ്. ഈ ഇക്കണോമിക്സ് വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേഷൻ ഒക്കെ ഹ്യൂമാനിറ്റീസിലെ പിള്ളേരോടാണ്, കാൽക്കുലേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് കരുതൊന്നും വേണ്ട, നിങ്ങൾക്ക് സമയമുണ്ടല്ലേ. അപ്പൊ ഇരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ട്, കാൽക്കുലേഷൻ ആണെങ്കിൽ അത് ഇന്ന് തന്നെ ഇരുന്ന് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമായിട്ടാണ് ഞാൻ ചോദിക്കുകയുള്ളൂ, പേടിക്കണ്ട. അടുത്തത് റൂറൽ ഡെവലപ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോൾഡൻ റവല്യൂഷൻ റിലേറ്റ്സ് ടു ഡാഷ്. അതായത് സുവർണ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? അത് നമുക്കറിയാം, എന്തായിരുന്നു? ഹോർട്ടികൾച്ചർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ to avoid the problems of indebtedness and to ensure the creative facilities in rural areas, the government started many institutions. Briefly explain. അതായത് കടബാധ്യതയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ വായ്പാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി സർക്കാർ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു. സംക്ഷിപ്തമായി വിശദീകരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഏതൊക്കെ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അടുത്തത് റൈറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിലെ ക്വസ്റ്റ്യൻ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് എന്താണ് ജൈവ കൃഷിയുടെ ഗുണങ്ങൾ എന്ന് എഴുതണം. അതുപോലെ തന്നെ ജൈവ കൃഷിയും അതുപോലെ സുസ്ഥിര വികസനവും ആ ഒരു ടോപ്പിക്കിലും എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് റൈറ്റ് ഏരിയാസ് വിച്ച് ആർ ചാലഞ്ചിങ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് നീഡ് ഫ്രഷ് ഇനീഷ്യേറ്റീവ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഇലൂസിഡേറ്റ്. അതായത് ഗ്രാമവികസനത്തിന് വെല്ലുവിളിയായതും ഗ്രാമവികസനത്തിന് പുതിയ സംരംഭങ്ങൾ ആവശ്യമുള്ളതുമായ മേഖലകൾ എഴുതുക. ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് വ്യക്തമാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 7th ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 7 എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഡാഷ്. അതായത് തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് വർക്കർ ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് കേട്ടോ. ഗുണിക്കണം 100 ആണ്. അടുത്തത് കുടുംബശ്രീ ഇൻ കേരള ഈസ് എ ഡാഷ്. അതായത് കുടുംബശ്രീ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് പറയാം പോവർട്ടി അലവേഷൻ പ്രോഗ്രാം ആണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണ്, വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ആണ് എന്നൊക്കെ പറയാം. ഓക്കെ ആണല്ലോ. അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ സെക്ടർ വർക്കേഴ്സ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്. അതായത് ഔപചാരിക മേഖലയിലെ തൊഴിലാളികളും അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസം താരതമ്യം ചെയ്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോക്സ് വരച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ, അതായത് നോക്കുന്ന ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ ഒക്കെ തോന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പേജ് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിക്ക് എഴുതരുത്. ഓക്കെ, കാണാൻ വൃത്തിക്കും ഭംഗിക്കും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 8 മുതൽ ഇങ്ങനെയാണ് കേട്ടോ. അതായത് മിസ് പുറത്താണ് ഇപ്പൊ ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ശരിയാക്കിയതാണ് ഇത്. ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്റെ പവർ പോയിന്റിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സ്ക്രീൻ വിസിബിലിറ്റി ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചാപ്റ്റർ 8 നോക്കാം. എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള പാഠഭാഗമാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർ ഇന്റർ കണക്റ്റഡ്. ലിസ്റ്റ് ഔട്ട് എനി 6 ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. അതായത് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതിയുടെ ഏതെങ്കിലും 6 പ്രവർത്തനങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് അറൈസസ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി വിച്ച് ഡയറക്ട്ലി ത്രെട്ടൻസ് ഇന്ത്യാസ് എൻവയോൺമെന്റ്. എക്സ്പ്ലെയിൻ. അതായത് ഇന്ത്യയുടെ പരിസ്ഥിതിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളാണ് അല്ലെ, നമ്മുടെ വികസന പ്രവർത്തനങ്ങളാണ്
നമ്മുടെ രാജ്യത്തിന് ഭീഷണി, അതായത് നമ്മുടെ എന്താണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ വികസന പ്രവർത്തനങ്ങളാണ്. അത് വിശദീകരിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്റർ 9 നോക്കാം. കമ്പാരറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫോളോഡ് സിമിലർ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഇൻ മെനി ഏരിയ. ഐഡന്റിഫൈ ദം, അതായത് പല മേഖലകളിലും സമാനമായ വികസന തന്ത്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും പിന്തുടരുന്നത്. അത് കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. ഓക്കെ, ഇവാലുവേറ്റ് ദ വാരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അലേർട്ട് ടു ദ റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ചൈന. അതായത് ചൈനയിലെ സാമ്പത്തിക വികസനത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയിലേക്ക് നയിച്ച വിവിധ ഘടകങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ പഠിക്കേണ്ടത് ചൈനയുടെ കാര്യങ്ങളും ഇന്ത്യയുടെ കാര്യങ്ങളും പാകിസ്ഥാന്റെ കാര്യങ്ങളും നോക്കണം. അതൊരു രസത്തിൽ പഠിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചൈന, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതായത് മനുഷ്യ വിഭവ വികസനത്തിന്റെ സൂചനകൾ ചൈനയിലെയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയിൽ പഠിക്കാനുള്ളത്. 9 ചാപ്റ്റേഴ്സ് ക്ലിയർ ആണല്ലോ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് എന്ത് നോക്കാം, സ്റ്റാറ്റി നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ന്യൂമറിക്കൽ ഡാറ്റ റെഫേഴ്സ് ടു ഡാഷ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ഡാറ്റയാണ്, നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ, അതായത് ഗണപരമായ സവിശേഷതയാണ്. ഓക്കെ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ, കണക്കുകളാണ്. അടുത്തത്, ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് യൂസ്ഡ് ഫസ്റ്റ് ഇൻ ഡാഷ്. 1949 കേട്ടോ ആദ്യമായിട്ട് ഈ പദം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അടുത്തത്, ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ്. അതായത് സ്ഥിതി വിവര കണക്കുകൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് അഗ്രിഗേറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ഫാക്ട്സ് ആണ്. ഫാക്ട്സ് ആണ് എന്ത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്, ദ ലിസ്റ്റ് ഓഫ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്ഥിതി വിവര കണക്കുകളുടെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്താനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചാപ്റ്റർ 2 നോക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെമോഗ്രഫിക് ഡാറ്റ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ ആർ കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അതായത് ഇന്ത്യയിൽ ജനന മരണ നിരക്കുകൾ സംബന്ധിച്ചുള്ള ദത്തങ്ങൾ ശേഖരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് ആരാണ്, RGI ആണ് കേട്ടോ, RGI. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവറി എലമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് സമഷ്ടിയിലെ ഓരോ ഘടകത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സർവേ അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. സെൻസസ് ആണ് കേട്ടോ ഉത്തരം. ഓക്കെ, അടുത്തത് നോക്കാം. Write 3 national level agencies to collect, process and tabulate the statistical data. അതായത് പ്രക്രിയ ശേഖരിക്കുന്നതിനും സ്ഥിതി വിവര കണക്കുകൾ പട്ടികപ്പെടുത്തുന്നതിനും 3 ദേശീയ തലത്തിലുള്ള ഏജൻസികൾ ഏതാന്ന് എഴുതാനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. സജസ്റ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് സാമ്പിൾ സർവേ. അതായത് സാമ്പിൾ സർവേയുടെ ഏതെങ്കിലും 2 ഗുണങ്ങൾ എഴുതാനാണ്. അടുത്തത് 5-ാമത്തെയാണ്, ഗീവ് 3 മെറിറ്റ്സ് ഓഫ് ടെലിഫോൺ ഇന്റർവ്യൂ. ടെലിഫോൺ അഭിമുഖ്യത്തിന്റെ ഏതെങ്കിലും 3 മേന്മകൾ എഴുതാൻ. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, 6th ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 6 പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അതായത് ഒരു നല്ല ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. അടുത്തത്, വാട്ട് ഈസ് പൈലറ്റ് സർവേ, ലിസ്റ്റ് ഔട്ട് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ദ മെത്തേഡ്. അതായത് എന്താണ് പൈലറ്റ് സർവേ, ഈ രീതിയുടെ എന്തെങ്കിലും 2 മേന്മകൾ എഴുതാനും. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ കേട്ടോ. അടുത്തത് ചാപ്റ്റർ 3 ആണ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വാരിയബിൾ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് 2 ചരങ്ങളുടെ സഞ്ചിതാവൃത്തി എന്താണ് പറയുക, ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ, ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത്, ദ റോ ഡാറ്റ ആർ സമറൈസ്ഡ് ആൻഡ് മെയ്ഡ് കോംപ്രഹെൻസീവ് ബൈ ഡാഷ്. അതായത് അസംസ്കൃത ഡാറ്റ സമഗ്രഹിക്കുകയും സമഗ്രമാക്കുകയും ചെയ്യുന്നതിന് എന്താ പറയാം, ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ, ക്ലാസിഫിക്കേഷൻ. അടുത്തത്, ഇൻ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ഡാഷ്. എന്താണ്, സ്പേഷ്യൽ ആണ്, അപ്പൊ എന്താകും, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ വാല്യൂ ഓഫ് എ ഡിസ്ക്രിപ്റ്റീവ് വാരിയബിൾ ചേഞ്ചസ് ഓൺലി ബൈ ഡാഷ്. അതായത് ഒരു വിവരണാത്മക വാരിയബിളിന്റെ മൂലം എന്തുകൊണ്ട് മാത്രമാണ് മാറുക, ഉത്തരം വരുന്നത് ഫിനീറ്റ് ജംസ് ആണ് കേട്ടോ, ഫിനീറ്റ് ജംസ്. ഓക്കെ, അടുത്തത് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, അടുത്തത് നോക്കാം. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ചാപ്റ്റർ 4 ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ബൗണ്ടഡ് ബൈ സ്ട്രേറ്റ് ലൈൻസ് യൂഷ്വലി 4 or more lines ഈസ് കോൾഡ് ഡാഷ്. അതായത് സാധാരണയായി 4 അതിലധികമോ നേർരേഖകളാൽ ബന്ധമായ ഒരു പ്രതലത്തെ അറിയപ്പെടുന്നത് എന്താണ്, ഫ്രീക്വൻസി പോളിഗൺ ആണ് കേട്ടോ, ഫ്രീക്വൻസി പോളിഗൺ. അടുത്തത് നോക്കാം.
പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. വാട്ട് ആർ ദേ? അതായത് ഡാറ്റയുടെ അവതരണം 3 ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് പൈ ഡയഗ്രാം പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കാണുന്നത് നോക്കണം നിങ്ങൾ. അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പൊ അത് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ചാപ്റ്റർ 5 ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് എ പാർട്ടീഷൻ വാല്യൂ. അതായത് ഡാഷ് വിഭജന മൂല്യം അല്ല എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് പാർട്ടീഷൻ വാല്യൂ അല്ലാത്തത്? അപ്പൊ ഉത്തരം വരുന്നത് മോഡാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ്. എന്താണ് എന്നുള്ളത്, അതായത് ഈ മോഡ് ഉപയോഗിക്കുന്നത് എന്തിനു വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്, അതായത് ഗുണപരമായ സവിശേഷത. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ ആൾജിബ്രിക് സം ഓഫ് ഡീവിയേഷൻ ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രം അരിത്തമാറ്റിക് മീൻ ഈസ് ഡാഷ്. അതായത് അരിത്തമാറ്റിക് മീനിൽ നിന്ന് മറ്റുള്ള മൂല്യങ്ങളിലേക്കുള്ള വ്യത്യാസത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. 0. ഓക്കെ, അടുത്തത് നോക്കാം. ഡാഷ് ഡിവൈഡ് ദ സീരീസ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അതായത് ഒരു ശ്രേണിയിലെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നതിന് എന്താ പറയാ? മീഡിയൻ ആണ് കേട്ടോ. മീഡിയൻ. ഈ പിന്നെ ഇതിൽ പഠിക്കേണ്ട കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മീന്, മീഡിയൻ, മോഡ് കാൽക്കുലേഷൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രേ വരുന്നുള്ളൂ. അടുത്തത് നമുക്ക് 6th ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 6 ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ എക്കണോമിക്സ്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സൂചിക നമ്പറുകളുടെ ഉപയോഗം എന്താണെന്ന് എഴുതാനാണ്. മാർക്കിനനുസരിച്ച് പോയിന്റ് കൂട്ടി എഴുതണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതായത് ഉപഭോക്തൃ വില സൂചിക എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നോക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. ചാപ്റ്റർ 7 ആണ് കോറിലേഷൻ. അതായത് വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് നെഗറ്റീവ് സഹബന്ധം എന്താന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാൾ പിയേഴ്സൺ സഹബന്ധം എങ്ങനെയാണ് കാണുക എന്നുള്ളതൊന്ന് നോക്കിക്കോട്ടോ, കാൾ പിയേഴ്സന്റെ മെത്തേഡിൽ. ഓക്കെ, അടുത്തത് നോക്കാം. ചാപ്റ്റർ 8 ആണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഡർലി അറേഞ്ച് ദ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ക്രമീകരിക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ +1 എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. വലിയ രീതിക്കുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾ കാര്യമായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്കും റിസൾട്ടും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പോലെ പഠിക്കാട്ടോ. വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ആ മീന്, മോഡ്, മീഡിയൻ അതെന്തായാലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും എക്സാം നല്ല രീതിക്ക് തന്നെ എഴുതുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മാക്സിമം നിങ്ങൾ പേപ്പറിൽ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു പെന്നൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതായത് പെന്നൊക്കെ യൂസ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും മനസ്സിലാക്കി തരാനും കഴിയും കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എക്സാം അടിപൊളിയാക്കുക. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്താണ് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ.